നമ്മുടെ ഡെവലപ്മെന്റ് ജേർണിയിൽ നമ്മൾ മാറ്റി മാറ്റി യൂസ് ചെയ്യുന്ന രണ്ട് വേർഡ്സ് പ്രോഗ്രാമിങ്ങും കോഡിങ്ങും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു തുടക്കക്കാരാണ്, എസ്പെഷ്യലി ഇന്റർവ്യൂസിനൊക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും. അപ്പൊ നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഇത് തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കോഡിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അറ്റ് ഇറ്റ് കോർ കോഡിംഗ് ബേസിക്കലി നമ്മുടെ ഹ്യൂമൻ ഐഡിയാസ് ഇല്ലേ, അതിന് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ആ ഒരു ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ് കോഡിങ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു റോബോട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പ്രിസൈസ് ആയിട്ട് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഇല്ലേ, അതുപോലെയാണെന്ന് പറയാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പൈത്തോൺ എടുത്തിട്ടുണ്ട്, നമുക്കൊരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്യണം, അതിന് നമ്മളൊരു സ്പെസിഫിക് സിൻടാക്സ് ഫോളോ ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു വെബ്സൈറ്റിലേക്ക് എന്തെങ്കിലും ഒരു ലൈൻ പ്രിന്റ് ചെയ്യണം, അതിനിപ്പോൾ HTML നമ്മൾ പാരഗ്രാഫ് ടാഗ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പോപ്പപ്പ് മെസ്സേജ് വരണം, അവിടെ നമ്മൾ ജാവാസ്ക്രിപ്റ്റിന് അലേർട്ട് യൂസ് ചെയ്യും. ഇതുപോലുള്ള ഒരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ ഒരു സിൻടാക്സ് ഒക്കെ ഫോളോ ചെയ്യുന്നതാണ് കോഡിങ്ങിൽ. ഇനി നമുക്ക് പ്രോഗ്രാമിംഗിലേക്ക് വരാം. കോഡിംഗ് ബേസിക്കലി ഒരു പ്രോഗ്രാമിംഗിന്റെ സബ്സെറ്റ് ആണെന്ന് പറയാം. അതായത് ഈ ഒരു പ്രോഗ്രാമിംഗ് ഫേസിലാണ് നമ്മൾ ഡിസൈനിങ്ങും ആർക്കിടെക്റ്റും അതുപോലെ തന്നെ നമ്മുടെ എൻറ്റയർ സൊല്യൂഷന്റെ ആ ഒരു ബിൽഡിംഗ് പ്രോസസ് ഒക്കെ നടക്കുന്നത്. അതായത് നമ്മുടെ പ്രോബ്ലം എന്താണ് ഫിഗർ ഔട്ട് ചെയ്ത് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതും ആ സൊല്യൂഷന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസസ് അനലൈസ് ചെയ്യുന്നതും അത് തമ്മിലുള്ള ഇന്ററാക്ഷൻസും നമ്മൾ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യനും അതിന്റെ റിക്വയർമെന്റ് അനാലിസിസ് എല്ലാം വരുന്നത് ഇവിടെയായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിങ്ങൾക്ക് ഒരു വെതർ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഫസ്റ്റ് കോഡേഴ്സിന്റെ പെർസ്പെക്റ്റീവ് ഈ ഒരു പ്രോസസ്സ് ഒന്ന് ആലോചിച്ച് നോക്കാം. കോഡേഴ്സ് എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് അവരുടെ വർക്ക് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണം ആ ഒരു ഇതിലായിരിക്കും അല്ലേ. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിയുമ്പം അവർ വിചാരിക്കും, അവരുടെ ആ ഒരു തിങ്കിങ് എങ്ങനെയാ പോകുന്നതെന്ന് വെച്ചാൽ APIന്ന് വെതർ ഡാറ്റ ഫെച്ച് ചെയ്യണം, അത് പ്രിന്റ് ചെയ്ത് കാണിക്കണം. ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുകയാണെങ്കിൽ അവരാദ്യം ഈ ഒരു വെതർ ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ API ഡോക്യുമെന്റേഷൻ ഉണ്ടാവുമല്ലോ, വെതർ API ഡോക്യുമെന്റേഷൻസ്, അവിടെ പോവും. ആ കോഡ് ചിലപ്പോൾ ചിലവരൊന്ന് അനലൈസ് ചെയ്ത് നോക്കും, ചിലവർ അതിന് നിൽക്കൂല, കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ API കീസും ചിലപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യും. നമുക്ക് ചിലപ്പോൾ ഈ വെതറിന്റെ ഒരു സിറ്റി നെയിം ഒക്കെ ഒരുപക്ഷെ ഹാർഡ് കോഡ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. ഫൈനലി ഒരു JSON റെസ്പോൺസ് ആയിട്ട് നമുക്ക് ഈ ഒരു ഡാറ്റ തരും. ഇപ്പോ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പൈത്തോണിൽ അവർ ചെയ്തിരിക്കുന്ന ഒരു കോഡ് ഇങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്ന ഒരു ഫേസ് എന്ന് വിചാരിച്ചു. ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഹാർഡ് കോഡ് ചെയ്തിരിക്കുവാണല്ലേ. സിറ്റി നമുക്ക് എപ്പോഴും ഒരു ലണ്ടൻ സിറ്റിന്റെ ഒരു വെതർ ഡീറ്റെയിൽസ് മാത്രമേ ഇതിന് കിട്ടുള്ളൂ. ഇവിടെ യൂസറിന് ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനെ ഇവിടെ കാണുന്നില്ല. ഇൻ കേസ് എന്തെങ്കിലും എറർ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ഇവിടെ ഇല്ല. പിന്നെ API കീ സെക്യൂരിറ്റിന്റെ പാർഷൻ നോക്കുവാണെങ്കിൽ API കീസ് ഇവിടെ എക്സ്പോസ് ചെയ്തിരിക്കുകയാണ്, ഡയറക്റ്റ് ആയിട്ട് ഇവരോട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ യൂസർ ഫ്രണ്ട്ലി അല്ലാത്തൊരു JSON റോ ഡാറ്റ ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഒരു കോഡേഴ്സ്. ഇതൊരു ഇനീഷ്യൽ ഫേസിലുള്ള ഒരാളുടെ കേസാട്ടോ ഞാൻ പറയുന്നത്. ഒന്നുകൂടി 1 or 2 ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഇതിൽ നിന്ന് കുറച്ചും കൂടെ മെച്ചപ്പെടുന്ന യൂസർ ഇന്റർഫേസ്, ബെറ്റർ യൂസർ ഇന്റർഫേസിനെ കുറിച്ചും സെക്യൂരിറ്റിനെ കുറിച്ചൊക്കെ ആലോചിച്ച് തുടങ്ങും. ഞാനൊരു ഫ്രഷറിന്റെ പെർസ്പെക്റ്റീവ് എന്നാണ് പറയുന്നത്. അതായത് കോഡേഴ്സ് ഇപ്പം നമ്മൾ ഇതിൽ ഇപ്പം എന്താ സീനിയേഴ്സ് ഇതിൽ ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്യാനും പ്രോബ്ലംസ് പറയാനൊക്കെ തുടങ്ങുമ്പോൾ അവർ പറയും, എന്താ പ്രശ്നം, ഇത് വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ കോഡ് എഴുതിയിട്ടുണ്ടല്ലോ, ലണ്ടൻ ഡാറ്റ ഫെച്ച് ചെയ്യുന്നുണ്ടല്ലോ, വെതർ ഡാറ്റ ഷോ ചെയ്യുന്നുണ്ടല്ലോ, ഒരു ആർഗ്യ ചെയ്യാൻ തുടങ്ങും. ഇനി നമുക്ക് സെയിം വർക്ക് തന്നെ പ്രോഗ്രാമേഴ്സിന്റെ പെർസ്പെക്റ്റീവ് നിന്ന് ആലോചിച്ച് നോക്കാം. പ്രോഗ്രാമർ ഈ ഒരു ടാസ്ക് കിട്ടുമ്പം ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുന്നേ, ചെയ്യുന്നതിന് മുന്നേ അല്ല, കോഡിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നതിന് മുന്നേ അവര് ആ പ്രോബ്ലത്തിന്റെ റിക്വയർമെന്റിനെ കുറിച്ച് ആലോചിച്ചു തുടങ്ങും. അതായത് അവർ ആ പ്രോബ്ലം സോൾവിംഗിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഏറ്റവും റിലയബിൾ ആയിട്ട്, ഏറ്റവും യൂസർ ഫ്രണ്ട്ലി ആയിട്ട്, സെക്യൂർ ആയിട്ട്, റീയൂസബിൾ ഫോർമാറ്റിൽ എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. എങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോവുകയാണെങ്കിൽ അവരൊരു റഫ് ആയിട്ടൊരു ഡിസൈൻ യൂസർ ഫ്ലോ ഫസ്റ്റ് അവർ ഉണ്ടാക്കിയെടുക്കും. അതായത് ആപ്ലിക്കേഷനിൽ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവരുടെ ഭാഗത്തുനിന്ന് ആദ്യം വരുന്നത്. ആക്ച്വലി എന്താണ് ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു പ്രോബ്ലം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഏത് ലെവൽ വരെയാണ് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ പോവേണ്ടത്, എത്രത്തോളം യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഇതിന്റെ ഡിഫറെന്റ് പാർട്ട്, ഇപ്പൊ ഡാറ്റാബേസ് ഒക്കെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ ഭാഗവും എല്ലാം എല്ലാ പോർഷനും ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും അവരുടെ സൈഡിൽ നിന്ന് ഫസ്റ്റ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ അവര് സൊല്യൂഷൻ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യും. അതായത് അബ്സ്ട്രാക്ട് ആയിട്ട് ഇതിൽ വരാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ ഇതുപോലെ അവർ എഴുതും. അതായത് ഒരു എന്താ പറയുക, ഡൈനാമിക് ആയിട്ട് സിറ്റീസ് പാസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്,
വരുന്നത് എറർ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട്, ഡാറ്റ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി വരാൻ ചാൻസസ് ഉള്ള എല്ലാ വർക്കിനെയും നമ്മൾ ഫങ്ഷണലി ഡിവൈഡ് ചെയ്ത് സ്മൂത്ത് ആയിട്ട് ഓരോരോ സെക്ഷൻ ആയിട്ട് ഇവർ സെപ്പറേറ്റ് ആയിട്ട് വെക്കും. പിന്നെ എഡ്ജ് കേസസിനെ ഹാൻഡിൽ ചെയ്യും. അതായത് ഇൻ കേസ് API ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം, യൂസർ ഇന്റർഫേസിൽ എന്തായിരിക്കണം വരുന്നത്, യൂസർ തെറ്റിച്ചൊരു സിറ്റിന്റെ നെയിം കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ അവർക്ക് എങ്ങനെ ഒരു ഇൻപുട്ട് പോകണം, ഇനി ഒരു ഡാറ്റയും അവർ കൊടുക്കാതെ ജസ്റ്റ് ഇപ്പം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം. അങ്ങനെ യൂസർ വരുത്താൻ ചാൻസ് ഉള്ള തെറ്റും ഒരു യൂസറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് അവർ വരുത്താൻ പോകുന്ന കോമൺ മിസ്റ്റേക്കുകളൊക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് സെക്യൂരിറ്റി പാർട്ട് അവർ ചിന്തിക്കും. എസ്പെഷ്യലി API കീസ് ഒക്കെ വരുന്ന സമയത്ത് എൻവിറോൺമെന്റ് വേരിയബിൾസിനെയും ഒക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, കോഡ് റീഫാക്ടർ ചെയ്യും, മോഡലൈസ് ചെയ്യും. അപ്പോൾ ഒരു വൃത്തിയായിട്ടുള്ള ഒരു ഡോക്യുമെന്റും ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള പ്ലാനും അവരുടെ കയ്യിൽ ഉണ്ടാവും. അവർക്ക് ടോപ്പ് ടു ബോട്ടം എത്ര ദിവസം കൊണ്ട് എത്ര വൃത്തിയായിട്ട് എത്ര ഭംഗിയായിട്ട് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഒരു കംപ്ലീറ്റ് വർക്ക് ഫ്ലോയും ഐഡിയയും അവരുടെ കയ്യിൽ ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതിന്റെ എൻഡ് റിസൾട്ട് ആയിട്ട് നിങ്ങളിപ്പോ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന കോഡ് അറ്റ്ലീസ്റ്റ് ഈ ഒരു ഫോർമാറ്റിലെങ്കിലും ഉണ്ടാവും. അതായത് ഇവിടെ എല്ലാം ഡൈനാമിക് ആണ്, ഇവിടെ എല്ലാം എന്താ പറയാ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. റീയൂസബിൾ ഫോർമാറ്റിലാണ് കോഡ് എഴുതിയിരിക്കുന്നത്. എന്താ ഈസി ആയിട്ട് നമുക്ക് ചേഞ്ചസ് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും, റീഫാക്ടർ ചെയ്യാൻ പറ്റും. എല്ലാ അർത്ഥത്തിലും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കോഡായിരിക്കും. അതായത് ഡൈനാമിക് ആയിട്ടുള്ള യൂസർ ഇൻപുട്ട് ഡാറ്റ വരുന്നുണ്ട്, എറേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ബാഡ് ഇൻപുട്സിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, കോഡ് ക്ലീൻ ആണ്, മോഡുലാർ ആണ്. നമ്മൾ ഓൾറെഡി ക്ലീൻ കോഡിന്റെ ഒക്കെ ഡിസ്കഷൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. എസ്പെഷ്യലി യൂസർ ഫ്രണ്ട്ലി ആണ്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു env ഫയലിലായിരിക്കും നമ്മുടെ API ക്ക് സെക്യൂർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഇതിന്റെ എൻഡ് റിസൾട്ട് എന്തായിരിക്കും? ഒരു പെർഫെക്റ്റ് വർക്ക് ആയിരിക്കും. നമുക്ക് ഏറ്റവും പെട്ടെന്ന് യൂസർ സൈറ്റിലെ എന്താ പറയാ ഈ ഒരു ബഗ്സ് ഒന്നും ഇല്ലാതെ കസ്റ്റമർ സൈറ്റിലേക്ക് ഇത് ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ആപ്ലിക്കേഷന്റെ സ്കെയിലബിലിറ്റിനെ കുറിച്ചും അവർ ഒരു പക്ഷെ ആലോചിച്ചു തുടങ്ങും. ക്യാഷിംഗ് ആണെങ്കിലും അതുപോലെ സ്കെയിലിംഗ് പ്രോസസ്സിനെ പറ്റിയൊക്കെ അവർ ആലോചിക്കും. ഇനി നമ്മൾ റിയൽ ടൈം സെനാരിയോയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ കമ്പനീസിൽ പ്രോഗ്രാമേഴ്സ് ഡെവലപ്പ് ചെയ്യുന്നത് കോഡല്ല, അവർ ഇതുപോലെ ഒരു സൊല്യൂഷൻ ഡിസൈൻ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സൊല്യൂഷൻ ഡിസൈൻ ഇങ്ങനെ ഒരു ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുന്നത്. അതായത് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന കോഡിന്റെ എല്ലാ ആസ്പെക്ട്സും ഉണ്ടാവും. ഇപ്പൊ ഡാറ്റാബേസ് റിലേറ്റ് ചെയ്തിട്ടും API റിലേറ്റ് ചെയ്തിട്ടും എക്സിസ്റ്റിംഗ് കോഡിനെ കുറിച്ചുള്ള ഒരു ചേഞ്ചസ് ആണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും അങ്ങനെ അതുപോലെ നമ്മുടെ റിക്വയർമെന്റ് അനാലിസിസും എക്സ്പ്ലനേഷനും എങ്ങനെ ഹാൻഡിൽ ചെയ്യാന്നുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഡിസൈൻ അവർ ഡോക്യുമെന്റ് ജനറേറ്റ് ചെയ്യും. ഈ ഡോക്യുമെന്റ് ഇവര് ആക്ച്വലി കോഡേഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യും. കോഡറുമായിട്ടൊരു ഡിസ്കഷൻ വെച്ച് അവർക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് കോഡേഴ്സ് എന്ത് ചെയ്യും, അപ്പൊ ഈ ഒരു സൊല്യൂഷൻ ഡിസൈനിന്റെ മേലെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. കാരണം കോഡർ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മൈൻഡ് സെറ്റ് അല്ലേ ചിന്തിക്കുന്നത്, അതൊരിക്കലും കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അല്ല. സോ കോഡർ സൊല്യൂഷൻ ഡിസൈനിന്റെ മേലെ വർക്ക് ചെയ്യുമ്പോൾ ആ പ്രോബ്ലംസ് എല്ലാം റിസോൾവ് ചെയ്ത് വരൂലേ. ഇനിയാണ് ഒരു വീഡിയോയിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്. നമ്മുടെ കരിയറിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എല്ലാവരും കോഡേഴ്സ് അല്ലെങ്കിൽ കോഡിങ് ചെയ്യുന്നവരായിരിക്കും. അതായത് നമ്മൾ സിൻടാക്സും കമാൻഡ്സും ഒക്കെ ലേൺ ചെയ്തിട്ട് പയ്യെ കോഡിങ് നമുക്ക് തരുന്ന സൊല്യൂഷൻ ഡിസൈനിന്റെ ബേസ് ചെയ്തിട്ട് കോഡിങ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ നാച്ചുറലി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളൊരു പ്രോഗ്രാമർ ആയിട്ട് മാറണം. അതായത് എന്തുകൊണ്ട്, എങ്ങനെയെന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് നമ്മൾ ഈ കോഡിങ്ങിൽ നിന്ന് സൊല്യൂഷൻ ഡിസൈനറിലേക്ക് ഒരു കരിയർ ഗ്രോത്ത് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളുടെ കരിയറിൽ വേണം. അപ്പൊ എന്റെ ഒരു വീഡിയോന്റെ അണ്ടറിൽ വരുന്ന കുറെ കമന്റ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് എത്ര പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയാം, ചേച്ചി ഇത്രയും എങ്ങനെയാ അറിയുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും പഠിക്കുന്നതെന്നൊക്കെ. ഏറ്റവും ബേസിക് ആയിട്ട് ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരു ഇൻഡെപ്ത് നോളജ് ഉണ്ടാക്കുക. അത് ഫ്രണ്ട് എൻഡ് ആണെങ്കിലും ബാക്ക് എൻഡ് ആണെങ്കിലും ഡാറ്റാബേസ് ആണെങ്കിലും അത് മതി. ആക്ച്വലി നിങ്ങൾക്ക് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ലൂപ്സും അതുപോലെ തന്നെ ഈ കോമൺ കാര്യങ്ങളിലെ ലൂപ്സും ഈഫ് കണ്ടീഷൻസും എൽസ് കണ്ടീഷൻസ് ഇതെല്ലാം കോമൺ ആയിരിക്കും. പിന്നെ ഓരോന്നിനും അതിൻ്റെതായ അഡ്വാൻറ്റേജും കുറച്ച് ഡ്രോബാക്സ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ നോർമൽ ജാവാസ്ക്രിപ്റ്റിന് റിയാക്റ്റിലേക്ക് വരുമ്പോൾ കോമ്പോണന്റ് ബേസ്ഡ് ആവുന്ന പോലെ അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പൊ അത് എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസിയാണ്. ഇപ്പൊ നമുക്കൊരു പുതിയ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു പുതിയ ഫ്രെയിം വർക്കിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു ടെക് സ്റ്റാക്കിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 2-3 months കൊണ്ട് തന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അത്യാവശ്യം നോളജ് ഉള്ള ഒരാൾക്ക് മാറാൻ പറ്റും. കാരണം എല്ലായിടത്തും ഈ ഒരു മോഡൽ വ്യൂ ആർക്കിടെക്ചർ ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. സിൻടാക്സ് വൈസ് ഡിഫറെന്റ് ഉണ്ടെങ്കിലും ലോജിക് വൈസ് എല്ലാവരും കോമൺ ആയിട്ടുള്ള കുറെ ലോജിക്സ് ഫോളോ ചെയ്യും. പിന്നെ അവരുടേതായ കുറച്ച് അഡ്വാൻസ്ഡ് കാര്യങ്ങളും ഉണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് ഈസി ആവുന്നത്. അതായത് ഇപ്പൊ എനിക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്
ലാംഗ്വേജ് അറിയില്ലായിരുന്നു. ഞാനിപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈസി ആവാൻ കാരണം എനിക്ക് PHP-യിലാണെങ്കിലും ജാവയിലാണെങ്കിലും ജാവാസ്ക്രിപ്റ്റിലാണെങ്കിലും അല്ലെങ്കിൽ നോട്ട് ജെഎസിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബേസിക് ഉണ്ട്. അതുകൊണ്ടാണ് അതിന്റെ ബേസിൽ നിന്നിട്ട് എനിക്ക് വേറൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ലോജിക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലാരിഫൈ ആണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഒരു കോഡിംഗ് ലെവലിലൊക്കെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരൊന്നും പേടിക്കേണ്ട. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, എപ്പോഴും ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെയല്ല, ഇപ്പം കമ്പനികൾക്കും വേണ്ടത് പ്രോബ്ലം സോൾവിങ് സ്കില്ലുള്ള പ്രോഗ്രാമേഴ്സിനെയാണ്. അതായത് ഇപ്പൊ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ടെക്കും നിങ്ങളുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ വേറെ ഏതെങ്കിലും ടെക്നോളജിയിലാണ് നിങ്ങൾക്ക് നോളജ് ഉള്ളെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളതുണ്ടെങ്കിൽ പോലും നിങ്ങളെ ഇപ്പൊ അവർ ഹയർ ചെയ്യാൻ റെഡിയാണ്. കാരണം അവരും ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവരും വിചാരിക്കുന്നത് ക്രിട്ടിക്കൽ തിങ്കേഴ്സ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിങ് സ്കില്ല് ഹൈ ആയിട്ടുള്ള എംപ്ലോയീസിനെയാണ്. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ അവർക്ക് നിങ്ങളെ പെട്ടെന്ന് തന്നെ ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഒരു സ്കിൽ ഉണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഡെവലപ്മെന്റ് ഇതിലേക്ക് അവർ ഫോളോ ചെയ്യുന്ന ആ ഒരു ടെക് സ്റ്റാക്കിലേക്ക് നിങ്ങളെ പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതിപ്പോൾ വേർഷൻ കൺട്രോൾ ആണെങ്കിലും പ്രോഗ്രാമിംഗിന്റെ കേസിലാണെങ്കിലും അല്ലാതെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത അജൈലി പ്രോസസ്സിലൊക്കെ നിങ്ങളൊരു ക്രിട്ടിക്കൽ തിങ്കിങ് നല്ലൊരു പ്രോബ്ലം സോൾവിങ് സ്കില്ലുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അവർക്ക് നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് അവരുടെ ഇപ്പൊ എക്സാമ്പിൾ പൈത്തോൺ നന്നായിട്ട് അറിയാം, പക്ഷെ നിങ്ങൾക്ക് അവരുടെ ആ ഒരു ഡൊമൈൻ പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല. പുതിയ പ്രോബ്ലംസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സൊല്യൂഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പഠിച്ച പൈത്തോൺ കൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ഡാറ്റാബേസ് കൊണ്ടും ഒന്നും കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു ക്ലീൻ അല്ലാത്ത നീറ്റ് അല്ലാത്ത ഒരു റാൻഡം ആയിട്ട് കുറെ കോഡ് എഴുതി വെച്ചാലും ആർക്കും യൂസ് ഇല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഏത് ടെക് ചൂസ് ചെയ്യണം എന്നുള്ളത് വറി ചെയ്യുന്നവരും പേടിക്കണ്ട. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ പഠിക്കുക. പിന്നെ അവിടെ നിന്നിട്ട് ചേഞ്ച് ചെയ്യാൻ ഭയങ്കര ഈസിയാന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും കമ്പാരിറ്റീവ്ലി ഇപ്പൊ മാർക്കറ്റിൽ കാണിക്കുന്ന ഈ ഹറിബറി ഒന്നും നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾക്ക് മാറാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ ഏതിലേക്കെങ്കിലും മാറണം എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്ന ഒരെണ്ണം ചൂസ് ചെയ്ത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയനും അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതും കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഒന്ന് കമന്റ് ചെയ്യുക. എന്റെ ചാനലിന്റെ ഒരു ഗ്രോത്ത് നിങ്ങളുടെ സപ്പോർട്ടിലായിരിക്കുന്ന നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഡിഫറൻസ് ആയിട്ട് എന്തെങ്കിലും ഒരു തോട്ടാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിലും ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് എന്താ പറയാ കമന്റ് ബോക്സിൽ ഇടാം. കാരണം ഞാൻ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ലല്ലോ. എനിക്കും എന്റെ ഭാഗത്തും ഇപ്പൊ ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ കുറെ ഭാഗത്തൊക്കെ മിസ്റ്റേക്കുകൾ വരാം. നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാം. അത് നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.